ഹായ്, അപ്പൊ നമ്മൾ വാരണാസിയിൽ പോവുകയാണ്. ഞാൻ, ശ്രാവൺ, ഷമീം നമ്മ എങ്ങോട്ടാ പോകുന്നത്? വാരണാസി അതെ, വാരണാസി പിടിച്ചമ്മ നേപ്പാളിലേക്ക് ഒരു പൊളി പൊളിക്കാനുള്ള പരിപാടിയാണ്. അതെ, ശ്രാവൺ ബ്രോയുടെ എഡ്യൂക്കേഷൻ കാണണം. ഇന്ന് പുള്ളി നാട്ടിൽ നിന്ന് വന്നു, അതായത് 2 ദിവസം ട്രെയിനിലിരുന്ന് നാട്ടിൽ നിന്ന് വന്ന് ചത്തിട്ട്, എന്നിട്ട് നാട്ടിൽ നിന്ന് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പുള്ളി പറയണം അപ്പൊ തന്നെ നേപ്പാൾ പോവാന്ന്. നേപ്പാൾ ആലോചിക്കണം നിങ്ങൾ, ഇന്ത്യ പോലും അല്ല നേപ്പാള്. അപ്പൊ ഞാൻ വിചാരിച്ച് ഓക്കെ ചുമ്മാ പിച്ചുമ്മയും പറയാനായിരുന്നു. പക്ഷേ സത്യാവസ്ഥയായിരുന്നു. നമ്മ എന്നിട്ടൊന്നും നോക്കിയില്ല. അപ്പോഴൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മ GTBയിലേക്ക് കൊണ്ടുവരുന്നത് മെട്രോ സ്റ്റേഷൻ. ഇനി GTB ടു എങ്ങനെയാണ്? ന്യൂഡൽഹി ടു വാരണാസി. അതായത് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ബനാറസ്. ഇവിടെ നേരെ ബനാറസ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ നമ്മൾ റിക്ഷക്ക് അല്ലേ, റിക്ഷക്ക് നമ്മൾ നേരെ വാരണാസി. അതാണ് നമ്മുടെ പ്ലാൻ. എന്നിട്ട് വാരണാസി പോവാ, സാൽവേജ് അല്ലേ, സാൽവേഷൻ നടത്തുക. അതെ, മെട്രോ സ്റ്റേഷൻ ആയിരിക്കും. ശരിയാണ്, ബൈ. നമുക്ക് മെട്രോ കയറി എങ്ങനെയാണ്? ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, വീഡിയോ പ്രോഹിബിറ്റഡ്. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോ പറ്റും, മാക്സിമം ട്രൈ ചെയ്യുന്നു. തീർച്ചയായും ശരിയാ. നമ്മളെല്ലാരും ഇപ്പൊ മാസ്കിനുള്ളിൽ കയറി. തീർച്ചയായും കയറേണ്ടി വന്നു. നമ്മൾ കയറിയതല്ല, അവരെ നമ്മളെ കയറ്റി. അതെ, പൊല്യൂഷൻ സീനാണ് ഇവിടെ. ഒന്നാമത്തെ ട്രെയിൻ മൂഞ്ചി തെറ്റിയിരിക്കുന്നു. നമ്മളിപ്പം 2ാമത്തെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 2ാമത്തെ ട്രെയിൻ ഒരു വീഡിയോ ഉണ്ട്, അത് കാണിച്ചു തരാം. മോനെ വാഗൺ രാജറി കേട്ടിട്ടേ ഉള്ളൂ. അതെ, ചിലപ്പോ പത്രത്തിലൊക്കെ വരും, ചിലപ്പോ 2 ദിവസം കഴിയുമ്പോ. ഗ്യാസ് ചേമ്പറാണ്. അതെ, ഗ്യാസ് ചേമ്പർ. കഷ്ടപ്പാടാണ് ഇവിടുത്തെ കാര്യം. അടുത്ത ട്രെയിനിൽ കയറുമ്പോൾ അറിയാം. അതെ, അതിനകത്തൊന്ന് കയറി പെടണം നമുക്ക്. കയറിക്കഴിഞ്ഞാൽ വാരണാസി ഓൺ. നമ്മൾ കുറെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ട്രെയിനിൽ കയറിയാണ്. എത്ര 12:22 നമ്മൾ ഏകദേശം 11 മണിക്ക് കയറിയത്. തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫുൾ ഓഫ് തിരക്കാണ്. പ്രൈവസി കാരണം ഞാൻ കാണിക്കുന്നില്ല, താട്ട കാണിച്ചാൽ പടിയൊക്കെ കിട്ടും. ഇവിടെ അടിയിലും മുകളിലും സൈഡിലും ഒരു കുഞ്ഞാവേ കടന്ന് ഉറങ്ങണൊക്കെ ഉണ്ട്. ഫുൾ ഓഫ് കഷ്ടപ്പാടുകളാണ്. അതെ, പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മ ഒരു സന്തോഷത്തിലേക്ക് എത്തുമെന്നുള്ളൊരു വിശ്വാസ പ്രതീക്ഷയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെ, ഇനി എത്ര മണിക്കൂർ ഇരിക്കണം? 10 മണി വരെ ഇരിക്കണം. ഉറക്കം വന്നാൽ എണീക്കുമ്പോഴേക്ക് എത്തും. 8 മണിക്കൂർ കൂടി ഇരിക്കാം. നോക്കാം. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് അടുത്ത വീഡിയോ ചെയ്യും. അത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് എടുത്തായിരിക്കും. എൻ്റെ അപ്പുറത്തിരുന്ന് ഉറങ്ങുന്ന ഈ മാങ്ങാണ്ടി തലയാണ് വന്നപ്പോൾ തൊട്ടേ വായത്താളം വിട്ടിട്ടിരിക്കുന്നതിന് മാതിരി. ഇത് ഒരു ഫാമിലി ആയിട്ട് കയറിയ ഒരു ഫാമിലി മാനാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആളൊരു നല്ലൊരു കുടുംബനാഥനാണെന്ന് തോന്നുന്നു. ഇയാൾക്ക് പിന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ ഒരു പുച്ഛം, കുഴപ്പമൊന്നുമില്ല. ഈ നവിന്തുണ്ടല്ല, വന്ന സമയം തൊട്ട് കിടന്നില്ല കുണ്ടളപ്പോഴും ഞവിക്കണൊക്കെ ഞവിക്കുള്ളൂ. എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇതിൻ്റെ ബേക്കിൽ കുറേ ഇടത്തുണ്ട്. ഒരു കുഞ്ഞാവ് അവിടെ ഉണ്ട്. ഈ തള്ളച്ചു വന്നിട്ട് നല്ല ഉറക്കം. പിന്നെ ഇവ വന്നപ്പോൾ തൊട്ട് എന്നെ ഒരു നോക്കുന്നുണ്ട്. എനിക്ക് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. മണ്ടയിലിരിക്കുന്ന അണ്ണന്മാർ കുറച്ച് സീനാണ്. അണ്ണന്മാർ വന്നപ്പോഴേ പവർ കാണിച്ചിരിക്കുകയാണ്. പിന്നെ കുറേ അപ്പുറത്തും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അങ്ങനെ നമ്മൾ രാവിലെ ആയിരിക്കുകയാണ്. വൃത്തികെട്ട ഒരു യാത്രയായി. എല്ലാരും ഉറങ്ങാൻ ഇപ്പോൾ മരിച്ച് ഇതിനുള്ള ആളുണ്ടാവാൻ അറിഞ്ഞൂട. അങ്ങനെ നമ്മൾ എത്താറായിരിക്കുന്നു. പിന്നെ ഇവിടെ അത്യാവശ്യം ഉണ്ടായിരുന്ന ക്രൗഡായിട്ടുള്ള ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് പോയിട്ടുണ്ട്.
ഇവിടെ നിന്ന് 2 ആൾക്കാർ ഇടിച്ച് പോയപ്പോൾ തന്നെ ഇവിടെ സമാധാനം കിട്ടി. ഒന്ന് ഇവിടെ നിന്നായിരുന്ന വെള്ളപ്പാണ്ടയും ഇപ്പോൾ നിന്നായിരുന്ന കള്ളക്കളായും, 2 ആളും പോയ സമയത്ത് സമാധാനമുണ്ട്. പിന്നെ പുറത്തൊക്കെ അത്യാവശ്യം നല്ല ഫോഗുണ്ട്, നല്ല ഫോഗാണ് പുറത്തൊക്കെ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കഷ്ടപ്പെട്ട് നടുവൊടിച്ചാണ് ശ്രാവൺ കിടന്നുറങ്ങിയത്. മോയിസ് ശരിയാണ്, കുറച്ച് സമയം കിടന്നുറങ്ങി. ബാക്കിയുള്ളവരെ ഉപദ്രവിച്ചിട്ടാണെങ്കിൽ അവൻ്റെ കാര്യം നേടിയെടുത്തു. പിന്നെ ഉള്ളത് മോയിസാണ്. മുള്ളാമുട്ടി അവൻ്റെ ഉറക്കം അങ്ങനെ മുള്ളാമുട്ടലോട് കൂടി പോയി. അതാണ് തീർച്ചയായിട്ടും. പിന്നെ ഇപ്പുറത്തിരിക്കുന്ന ഇവിടെ ഒരു കുട്ടി ഇരിപ്പുണ്ട്. ഈ കുട്ടി വന്നപ്പോൾ തൊട്ട് എന്താ പറയുക, അത്യാവശ്യം ഞാൻ വന്ന സമയം ഫുള്ള് നോക്കിക്കൊണ്ടിരുന്ന കുട്ടിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ നോക്കി എത്തിയ കുട്ടി എന്നെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കൊച്ചു വെച്ചാണ് കേട്ടോ, വലിയ പ്രായമില്ലാതെ കൊച്ചു വെച്ചാണ്. അതായത് അങ്ങനെ കുറേ നാളത്തേതല്ല, ഒരു ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ എവിടെ എത്തിയിരിക്കുകയാണ്? ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും പിന്നെ അറബിയിലും എഴുതിയിട്ടുണ്ട്. ഉറുദു ആണോ? ഉറുദു സോറി എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് ഭാരതീയ റെയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ. പക്ഷെ ഒരു സർപ്രൈസ് ഉണ്ട്. നമുക്കിനി എന്ത് ചെയ്യണം നമുക്ക് അറിഞ്ഞൂടാ. അപ്പം നമ്മ ആരും പോവാത്ത വഴിയിലൂടെ പോകാൻ പോയി. അതെ, ഇപ്പൊ കാണാം. ഡൽഹിയിൽ നിന്ന് ഗ്യാസ് ചേമ്പറിൽ നിന്ന് ഔട്ടായാണ് കൊണ്ടെന്തായാലും. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാനാ വന്നത്. നമ്മൾ പിടിച്ചൊന്നുമില്ല, ആരെ പിടിക്കാറില്ലെന്നോ. പിന്നെ ഇത് വലിയ ക്രെഡിറ്റ് ഒന്നും അല്ലല്ലോ. അതെ, 0 ചെലവാണ് ഇതുവരെ. ഒരു ബ്രെഡ് ഉണ്ട് ഫാമിലി പാക്ക്, പിന്നെ 2 മയോണൈസും. അതെ, അത്രേ ഉള്ളൂ. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. ആദ്യം ഇതിലേക്ക് അകത്താക്കണം, വിശക്കണുണ്ട്. പുറത്ത് നോക്കണം കുറച്ച്. അതെ, സബ്ടൈറ്റിൽ അടിക്കാം, സംസാരിക്കാൻ പറ്റൂല. അപ്പൊ നമ്മിപ്പോ സാർനാഥിലുള്ളത് അല്ലേ. നമ്മവിടെ ഇവിടെ ബുദ്ധയുടെ സ്തൂപ കാണാൻ വന്നതാണ്. നമ്മങ്ങനെ മറ്റേ മ്യൂസിയത്തിൽ കയറി അല്ലേ. മ്യൂസിയത്തിൽ കയറി മ്യൂസിയത്തിൽ ക്യാമറ എവിടെ അല്ലായിരുന്നു, അവിടെ ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. എൻ്റെ അഭിപ്രായം വെച്ചിട്ട് എനിക്ക് പക്ഷെ എനിക്ക് സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ, ആർക്കിയോളജി. ശ്രാവണിന് ഇഷ്ടപ്പെട്ടു അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, നല്ല ഇതാണ്. പക്ഷേ ഒരു മറ്റേ മാസ്റ്റർ പീസ് സാധനം ഉണ്ടായിരുന്നു അല്ലേ, 3rd century BC ഉണ്ടാക്കിയ. പക്ഷേ ഒരു ചെറിയൊരു കുറവ് മാത്രമേ ഉള്ളൂ, ക്യാമറ എടുത്ത് അകത്തോട്ട് പോകാൻ പറ്റും. അതാടാ, അതൊരു വലിയൊരു നഷ്ടമാണ്. നമ്മൾ വാരണാസി വെച്ച് തീർക്കുന്നു. അതെ, വാരണാസിയിൽ വെച്ച് അമ്മ പൊള്ളിക്കും മാത്രം തന്നെ. ഇതപ്പോ ഇപ്പൊ അതായത് എല്ലാത്തിന്റെ മൂക്കൊന്നുമില്ല, എല്ലാ മൂക്ക് വെട്ടി. അത് പറ നമ്മ നോട്ടീസ് ചെയ്ത കാര്യം പറ. നമ്മൾ നോട്ടീസ് ചെയ്തെന്ന് വെച്ചാൽ അവിടെ സകലമാന ബുദ്ധന്റെ പേരിലുള്ള സകലമാന പ്രതിമകൾ ഇതിനകത്തുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കണ്ടാണെങ്കിലും ഒട്ടുമിക്ക അതിനകത്ത് ഭൂരിഭാഗം ബുദ്ധന്റെ പ്രതിമകളാണ്. പക്ഷെ ഒന്നിലും ബുദ്ധന്റെ മൂക്കില്ല. അതൊരു മിസ്റ്ററി ആയിട്ട് തുടരുക. അതാണെങ്കിൽ ആരും പറയണില്ല അതിനെപ്പറ്റി ആരും സംസാരിക്കണില്ല. നമ്മ അങ്ങനെ അവസാനം ഒരു ബുദ്ധനെ കണ്ടുപിടിച്ചു, മൂക്ക് കണ്ട്. പക്ഷെ അത് ഒറിജിനൽ ആണെന്ന് അങ്ങ് വിശ്വസിക്കാൻ ഒരുപാടുണ്ട്. അറിഞ്ഞൂടാ, ക്യൂ നിൽക്കണോ. നമ്മ ഇനി ഇവിടെ മുണിമിന്തിക്ക് വരാൻ പോണേ. ഇനി ഇവിടെ ക്യാമറ അലൗഡ് ആണെന്ന് അറിഞ്ഞൂടാ, നോക്കാം അല്ലേ. ഇവിടെ ക്യാമറ അലൗഡ് ആണ് അല്ലേ ശ്രാവണേ? ഇവിടെ അമ്മ ഞാൻ ഇത് ഹംപിയിൽ കണ്ടിട്ടുണ്ട്. നീ എവിടെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ? ഹംപിയിലൊക്കെ അമ്മ കണ്ട ഒത്തിരി സാധനം ഇവിടെ ഉണ്ട് അല്ലേ. നമ്മ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടിട്ടില്ലേ സിനിമ കണ്ടിട്ടുണ്ടോ? അതുപോലത്തെ ഒരു സെറ്റപ്പ് എനിക്കങ്ങനെ തോന്നണം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നത്തുള്ളൂ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നതാണെങ്കിൽ. എനിക്കങ്ങനെ തോന്നി, ഞാൻ കാണിച്ചുതരാം. ഏതാ വ്യൂ? ഇതാണ് സ്തൂപ. ഇതാണ് ദമേക് സ്തൂപ. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകേണ്ടതുണ്ട് അല്ലേ? അല്ല, നമുക്ക് വാരണാസി എത്തണ്ടേ? ചെറിയ ഇഷ്യൂ ഉണ്ട് നമുക്ക് അല്ലേ. വാരണാസിയിൽ ഒരു 5 മണിക്ക് മറ്റേ
കാർത്തിക ദീപം എന്തോ? ഗംഗാരതി ഉണ്ട്. ആ സമയം കഴിഞ്ഞ ആ ടൈമിൽ നമുക്ക് കുറച്ച് നേരത്തെ തുറക്കും. അതായത് സൂര്യൻ അസ്തമിക്കുന്ന ടൈം. ആ ടൈമിൽ നമുക്ക് അടുത്തുണ്ട്. നമ്മങ്ങനെ ലൊക്കേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. സ്തൂപ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് മെയിൻ ലൊക്കേഷൻ. അപ്പൊ നിങ്ങൾ ഷമീമ എവിടെയാണ്? ഷമീമ മരത്തിന്റെ അടിയിൽ ഉറങ്ങുന്നു. ധ്യാനം സമാധിയായെന്നാണ് തോന്നുന്നത്. ബുദ്ധനെ കണ്ട് മൂട്ടിയിട്ട്. ഇതാണ് സ്തൂപ. ഇതിന്റെ ചരിത്രം പറച്ചാണ്. ശരിക്കും ഇത് ഈ സ്തൂപ ലൊക്കേറ്റ് ചെയ്യുന്ന ഈ സ്ഥലത്താണ്. അതായത് ഇതിൻ്റെ അകത്തായിരുന്നു ബുദ്ധൻ ഫസ്റ്റ് പുള്ളിക്കാരൻ തൻ്റെ ശിഷ്യന്മാർക്ക് ഈ ബുദ്ധിസ്റ്റ് ടീച്ചിങ് പകർന്നു നൽകിയത്. ഇതിനകത്ത് വെച്ചാണ്. ഇതിൻ്റെ അകത്ത് വെച്ച് ഇവിടെ വെച്ചായിരിക്കും അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ 2500 വർഷം പഴക്കമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് ആരെയും കടത്തിയും കാര്യങ്ങളൊന്നും വിടത്തൊന്നുമില്ല. അത് ക്ലോസ്ഡ് ആണ്. പിന്നെ ഈ ഒരു കെട്ടിടത്തിൻ്റെ ഇതിൻ്റെ സ്തൂപയുടെ മുകളിൽ ഭാഗം പിന്നീട് പണിയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം പിന്നീട് പണിയാണ്. അതാണ് ഇതിൻ്റെ പകുതി വേറെ മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി പകുതി എല്ലാം കട്ടകൾ വെച്ചാണ്. ഒരു ക്ലോസപ്പ് വീഡിയോ കാണിച്ചാൽ ഏതാ പണിയല്ലേ? അതായത് നോക്ക് എന്ത് രസമായിട്ട് ഉണ്ടാക്കിയേക്കാൻ അറിയോ അല്ലേ? നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണിത്. ഇതിപ്പോൾ കുറച്ച് ഡാർക്കായിട്ടാണ് കാണുന്നത്. ഇത് കിഡിലുണ്ട് ശരിക്കും കേട്ടോ. ഇത് മൊത്തം പണിതായതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ അടിപൊളി ലുക്കാവേണ്ട സാധനം വരുന്നത്. കിഡിലാണ് മൊത്തം. ഇവിടെ എന്തൊക്കെ ബുദ്ധമതത്തിന്റെ ഉത്ഭവ കേന്ദ്രം കൂടിയാണ് ഈ പറയുന്ന സ്ഥലം. അതെ, ബുദ്ധാസ് ടീച്ചിങ്സ് ഇവിടെ നിന്നാണ് വന്നത് ആദ്യമായിട്ട്. ഇതാണ് മെയിൻ സ്ഥലം. അതായത് ബുദ്ധിസത്തിന്റെ മെയിൻ സെന്റേഴ്സിൽ ഒന്നാണ്. ബുദ്ധന്റെ ലൈഫിലെയും ബുദ്ധിസം എന്ന് പറഞ്ഞ റിലീജിയന്റെയും മെയിൻ സെന്റേഴ്സിൽ ഒന്നാണ് ഈ കാണുന്നത് സാരനാഥ് സ്തൂപ. ഓക്കെ, ഇതാണിപ്പോൾ സാധനം. ഇവിടെ ചങ്ങലൊക്കെ എന്തോ വെച്ചിട്ടുണ്ട് മുകളിൽ. അവിടുത്തെ വായിച്ചു ഇവിടെ എന്തോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിത് വായിച്ചു നോക്കാം. ദമേഖ സ്തൂപ കണ്ട ഇത് കണ്ട് ഇത് കണ്ട് ഇതുപോലെ ഇരിക്കുമല്ലേ അവര് വന്നപ്പോ? ഇതുപോലെയാണ് അവര് വന്നപ്പോ കിടന്നിരുന്നത്. അതായത് ഒരു വിരിക്കൊടിയിലോ പഴയ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ഇങ്ങനെ. അത് മാത്രമല്ല ഇതിന് ചുറ്റുപറ്റി കിടക്കുന്ന ആ ചുടുകട്ട വെച്ചുള്ള ആ ഭാഗമൊക്കെ അതെല്ലാം മണ്ണിന്റെ അടിയിലായിരുന്നു. ഇതിനകത്ത് എക്സ്കവേറ്റ് ചെയ്ത് മാറ്റി അവര് കുഴിക്കുന്ന പോലത്തെ ഒരു സാധനം ഇതൊക്കെ എക്സ്കവേഷൻ സമയത്തുള്ള പകുതി മണ്ണും കാര്യങ്ങളും ഇവര് കുഴിച്ചു വന്നപ്പോ ഇവര് കണ്ടതായിരിക്കും. കുഴിച്ചു വന്നപ്പോ കണ്ട ഇതിന്റെ ഉള്ളിൽ കിട്ടിയ ഓർണമെന്റ്സ് ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ? അല്ല ഇതിനുള്ളിൽ നിന്ന് കിട്ടിയല്ല. അതായത് ഇതിനുള്ളിൽ നിന്ന് വെച്ചാൽ ഈ പരിസരത്ത് ആണ്. ശരിയാണ്, ഈ പരിസരത്ത് നിന്ന് കിട്ടിയാണ്. ഇതിനുള്ളിൽ നിന്നല്ല, പരിസരത്ത്. ഇതൊക്കെ ആ ഒരു സമയത്തുള്ള ഇതൊക്കെ കുഴിച്ചെടുത്താണ്. ഈ ഫോട്ടോ ഒക്കെ നോക്ക്, കറക്റ്റ് കാണാൻ പറ്റും. ഇതൊക്കെ കുഴിച്ചവരെടുത്തോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് നന്നായി കാണാൻ പറ്റും. ഇതൊക്കെ നോക്ക്, സീനായിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ രൂപം. ഇത് ഡ്രോൺ വ്യൂ ആണെന്ന് തോന്നുന്നു. അടിപൊളിയാണ്. എന്താ പണ്ടത്തെ ഫോട്ടോസാണ് അതൊക്കെ. നേരത്തെ നിങ്ങളോട് പറഞ്ഞ സാധനം മ്യൂസിയത്തിനുള്ളിൽ വെച്ചൊരു സാധനം കണ്ടെന്ന് പറഞ്ഞില്ല, അടിപൊളി സാധനം. ഇതാണ് ആ സാധനം. എന്റെ മോനെ ഇത് കാണണ ഏതാ ഭംഗി അല്ലേ? ഈ സാധനം ഇതവരിങ്ങനെയായിരിക്കും കണ്ടുപിടിച്ചത് അല്ലേ? ഇതും മണ്ണ് തന്നെ കുഴിച്ചിട്ട് കിട്ടിയായിരിക്കും. അതന്നെ, ഇതും അങ്ങനെ തന്നെ കിട്ടിയത്. അപ്പൊ ഇതൊന്നും കുഴിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും കാണത്തില്ല. ഈ സാധനം ഓർമ്മയില്ല നമ്മ കണ്ടു. പാർട്സ് ആയിട്ട് ഇതൊക്കെയാണ് മ്യൂസിയത്തിനുള്ളിലുള്ളത്. കിഡിലാണ് ഇതൊക്കെ. ഈ രൂപം ഇത് ശരിക്കും പറഞ്ഞ ഈ പിക്ചറിൽ കാണാൻ കാടില്ലേ? ഇതൊന്നും അല്ല ശരിക്കും. ഇതെനിക്ക് ക്വാളിറ്റി ഉള്ള പിക്ചർ പോലും അല്ല. ഭയങ്കര രസമാണ് ഇത് കാണാൻ ശരിക്കും. 3rd സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയത് അല്ലേ? BC. ഇതൊക്കെ കിട്ടിയ അവർ കുഴിച്ചോണ്ടിരുന്നപ്പോ കിട്ടണത്. ഇതേതാ സാധനം?
ഇതാണ് ഇതിന്റെ വാരണാസിയല്ലേ? സ്ഥലം പോലെ ഉണ്ടല്ലോ. ആണാണ് ഗട്ടെന്ന് ആ അതെ അതെ. ഏയ് നമ്മങ്ങനെ മെയിൻ മന്ദിറാണെന്ന് പറഞ്ഞത്. അതെ. ഓ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടാവില്ലല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. സീനല്ലേ സീനല്ലേ അല്ലേ? സീനാണ് ഉമ്മാര് ശരിക്കും പറഞ്ഞത്. ഇവിടെ സൈഡിലൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് എന്താ സംഭവം എന്നൊക്കെ. അതെ അതെ, രണ്ടും 2 in 1. നമ്മുടെ ശ്രാവൺ പ്രോ ബാക്കിൽ തന്നെ ഉണ്ട്. ഷമീം കൂടി ഉണ്ട്. ഹായ് ഷമീം. ഇത് കിടിലം. ഐ ലൈക്ക് ഇറ്റ്. ഇവിടെ നമ്മൾ ചെരുപ്പ് വരണം കേട്ടോ. നമ്മളങ്ങനെ ആ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി. സീനല്ലേ? നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ല രസമാണ് സംഭവം. ഇവിടെ മഞ്ഞാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ആരും കയറാറുള്ളത്. എല്ലാവരും പോകുന്നു തോന്നുന്നു. പക്ഷെ ഇത് കിടിലും. ഇതിന് മുമ്പ് ഞാൻ അമ്പലത്തിൽ കയറിയെന്ന് വെച്ചാൽ അവിടെ പക്ഷേ വീഡിയോഗ്രാഫി പ്രോഹിബിറ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. ഫോട്ടോ ആഡ് കൊൽക്കത്ത വാരണാസിക്ക് പോകാൻ വേണ്ടി അവിടെ പോയിട്ടാണ് ഇനി മൊത്തം കളികൾ. ചിലപ്പോൾ ഞങ്ങൾ 3 പേരായിട്ട് പോകുന്നത് ഞങ്ങൾ 2 പേരെ കുറയാം, ചിലപ്പോൾ ഒരാളായിട്ട് കുറയാം, ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കൂല, വേറെ ആരും എടുക്കാം. അവിടെ ആരെങ്കിലൊക്കെ നിന്ന് പോകാൻ വരെ സാധ്യതയുണ്ട്. ഉറപ്പില്ല, ഞാൻ പറയണേണ്. നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഷമീം ഇവിടെ തന്നെ നിന്ന് പോടാൻ നോക്കിയപ്പോ ബുദ്ധന്റെ ഒപ്പം അങ്ങ് അലിഞ്ഞു ചേരാനുള്ളൊരു മനസ്ഥിതി. എന്ത് പറയാലേ മനുഷ്യന്മാര്. നമ്മ ഈ അമ്പലത്തിലോട് വിട പറയും. നമ്മളങ്ങനെ അവശരായിട്ട് നമ്മൊരു കരിമ്പ് ജ്യൂസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. കരിമ്പ് ജ്യൂസ് നമ്മളല്ല, ഷമീം പറഞ്ഞിട്ടാണ് നമ്മ കരിമ്പ് എടുത്തത്. ഇങ്ങോട്ട് ചെന്നൈ ഓക്കെ. ഒരു കണക്കിനൊക്കെ പൈസ ഇടാണ്ടല്ലോ. ഓക്കെ എന്റെ കണ്ണാ കണ്ട ഉറങ്ങി നിൽക്കുക. മോനിതേവ സാധനം നോക്കൂ നിങ്ങള്. കിട്ടില്ലല്ലേ? ഇതാണ് ബുദ്ധന്റെ സാക്ഷാൽ 80 അടിയുള്ള 18 feet and 19 inches ഉള്ള പ്രതിമ. Wow. Love it. Yes. നമ്മങ്ങനെ ബുദ്ധന്റെ 80 അടി അല്ലേ, 80 അടിയും 19 ഇഞ്ചുള്ള ബുദ്ധന്റെ പ്രതിമേന്റെ അടുത്ത് നിന്ന് കണ്ടു. വേറൊരു പ്രതിമ, ബ്ലാക്ക് കിടിലൻ പ്രതിമ. കിടിലാണ് മൊത്തത്തിൽ. ഇവിടെ കുറച്ച് എനർജി വേണം. നമ്മ ഇന്നലെ ഒന്ന് ഉറക്കത്തിന്റെ ഒരു സീൻ ഉണ്ടാകും. പക്ഷേ കുഴപ്പമില്ല, ബുദ്ധന്റെ പ്രതിമ മണ്ടയിൽ നമ്മൾ കയറിയാണ്. അതാണ് നമുക്ക് ഏതൊരു നല്ല മനുഷ്യൻ നമ്മുടെ ഒരു പിക്ക് എടുത്ത് തന്നിട്ടുണ്ട്. അതെ.
കിട്ടിലോ വരുന്ന എന്തായാലും. ഹായ്, ഹലോ ഗൈസ്, അപ്പൊ നമ്മ എത്തിയിരിക്കുകയാണ്. റിക്ഷന്ന് ഇറങ്ങി. ഇനി 2 കിലോമീറ്ററാണ് നടക്കാണ്ടെന്നാണ് പറയുന്നത് അല്ലേ? അങ്ങോട്ട് റിക്ഷ പോകൂലെന്നൊക്കെ പറഞ്ഞ്, പക്ഷെ ഇവര് കുറെ റിക്ഷയൊക്കെ പോകുന്നുണ്ട്. അറിഞ്ഞൂടാ, പഴയ കാലത്തെ പഴയ രാജാവിനെയൊക്കെ ചവിട്ടിക്കൊണ്ടുള്ള കൃഷി കാണുന്നുണ്ട്. പിന്നെ ഒരു GTA Vice City മൂടാണ് ഇപ്പൊ മൊത്തം. അതെ, തിരക്കുണ്ട് നല്ല. എന്തായാലും നമ്മ എത്തി അല്ലേ? ഇനി കുറച്ച് നിമിഷങ്ങൾ കൂടി. പ്രസിദ്ധമായ അതെ, ഇതിനെ പറ്റി എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ അറിയാവുന്നതാണ്. അതാണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ചരിത്ര ചിലപ്പോ നമ്മ മനുഷ്യന്മാരായിട്ട് അവസാനത്ത് നമ്മൾ നടത്തുമായിരിക്കും. ശരിയാ അല്ലേ? ചില അഘോരികളെ കാണാനായിട്ടായിരിക്കും ഇനി ഒരു ഇറക്ക് വിട്ടെങ്കിൽ അത് വേറൊരാളായിട്ടാണ്. നമ്മള് കുറച്ച് കാണുന്നതെല്ലാം അതിശയത്തോടെ നോക്കേണ്ടി വരും. അതെ, ചിലപ്പം ഇനി കാണണമെന്നില്ല. ഇനി ആത്മീയത. അല്ല, ആത്മീയത കഴിഞ്ഞു. അല്ല, ഇനി ആത്മീയതയാണ്. നമ്മ മണ്ണിക്കരൻ ഘട്ടിലേക്ക് പോണേനു അല്ലേ? മണ്ണിക്കരൻ ഘട്ടിലേക്ക് നമ്മ ഏതോ ഊടുവഴി കൂടിയൊക്കെ പോണേനു. ഇവർക്ക് മാത്രമേ हमारा दोस्त ബലിയല്ലോ. വീടെടുക്കാൻ പാടുന്നതിലും ഉണ്ടോ? തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള ജനാർദ്ദനൻ, 82 വയസ്സ്. ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അസിഗഡ് പില്ലർ നമ്പർ 576 എത്തിച്ചേരേണ്ടതാണ്. നമ്മങ്ങനെ വാരണാസി എത്തിയേക്കണേ. എന്താണ് സൗണ്ട് ഡ്രസ്സൊക്കെ മാറി നമ്മുടെ ഗോപിയൊക്കെ തൊട്ട്. അതെ, എന്താണ് ശ്രാവണ പറയാ? ഇന്നലെ തുടങ്ങിയ യാത്ര. അതെ, ഇന്നലെ നീ 5 ആഴ്ച മുമ്പ് തുടങ്ങിയത് അവസാനം അതെ നമ്മുടെ എത്തി. എല്ലാവരും നല്ലൊരു അന്തരീക്ഷമാണ്. അങ്ങനെ കുറെ നാളുകൾ, കുറെ മണിക്കൂറിലെ പ്രയത്നമൊക്കെ കൂട്ടിയതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആയിട്ട് അതെ ഞങ്ങൾ വീണ്ടും ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഹിച്ച് ഹൈക്കിങ്ങിനൊക്കെ പ്ലാൻ ഇട്ടെങ്കിലും അവസാനം ഒരു ട്രെയിൻ നല്ല രീതിയിൽ ഭാഗ്യമല്ല, നമുക്ക് ഈ ഭാഗ്യത്തിനുള്ള ഒതുക്കി നമ്മൾ അതിനകത്ത് കയറിയിരിക്കുകയാണ്. നമ്മൾ ഇത് വെച്ചു അല്ലേ? ട്രെയിനിൽ തിരക്കുണ്ട്, നമുക്ക് കയറാൻ ഇനി പറ്റില്ലെങ്കിൽ നമ്മൾ ലിഫ്റ്റ് അടിച്ചു ഡൽഹി വരെ. പക്ഷെ എന്തോ പതിവില്ലാതെ ട്രെയിനിൽ ഒരു ബോഗി മുഴുവൻ ഒഴിഞ്ഞു വരുന്നൊരവസ്ഥ വന്നു. നമ്മൾ കയറി ഇരുന്നിട്ട് കുറച്ചിനപ്പോൾ ഫുള്ളായി. എന്നാലും ഇങ്ങനത്തെ അവസ്ഥ ഒന്നുകൊണ്ട് നമ്മൾ
സ്റ്റഡിയൊക്കെ മാറ്റി വെച്ചു. സ്റ്റഡി മാറ്റി വെച്ച് നമ്മൾ നല്ല രീതിയിൽ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇനിയിപ്പോൾ രാവിലെ സ്റ്റേഷനിൽ വെച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടെ അവസാനത്തത്. എന്നിട്ട് പിന്നെ റൂമിലെത്തിയിട്ടുള്ള എത്തിയിട്ടില്ല. വിളിക്കും. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി മറ്റേ മീരാബായിനെ വിളിച്ചിട്ട് ഫസ്റ്റ് വീഡിയോ എടുക്കും, നിന്നെ വിളിക്കാൻ വേണ്ടി. നമ്മ അവിടെ ചെന്ന് തീർന്നു. സെയിം ഡ്രസ്, സെയിം ഡ്രസ്സാണ്, സെയിം ഡ്രസ്സാണ്. അല്ല, ഇവൻ അർമാനിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. കുളിച്ചിട്ടില്ല സാരം നമ്മൾ, പക്ഷെ കുളിച്ചാൽ റൂമിൽ വെച്ചാൽ മതി. എന്നിട്ടാണ് ഇറങ്ങിയത്. എന്തായാലും നാളെ കാണാം. ശരിയെന്നാ, വാരണാസി എല്ലാവരും പോകേണ്ട ഒരു സ്ഥലമാണ്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ലേ, വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. മറ്റേ സാറിനത്തും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഹിസ്റ്ററി ഇഷ്ടമുള്ളവർക്കും ആർക്കിയോളജി ഇഷ്ടമുള്ളവർക്കും ബുദ്ധമതവും ജൈനമതവും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പോവാം. പിന്നെ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ ചെയ്യാം. അതെ, ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ ചെയ്യുന്നതാണ്. നല്ല ഉറങ്ങാൻ പറ്റിയ സ്ഥലമാണ്. അതെ, വളരെ കാമായി വെയിറ്റായി ഉറങ്ങാനും അല്ലേ എല്ലാം ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്തായാലും നല്ലൊരു യാത്ര. മയക്കത്തിൻ്റെ ഒരു കുറവ് ഒഴിച്ച് നോക്കിയാണ്ട് നല്ലൊരു യാത്ര. അടുത്തേല് വരുമ്പോൾ അത് പരിഹരിച്ചിട്ട് വരാൻ ശ്രമിക്കാം. നമ്മൾ സെറ്റാക്കുന്നതാണ്. പോയ പോലെ അല്ല, നല്ല രസമുണ്ട് അല്ലേ. നമ്മൾ തിരിച്ചങ്ങോട്ട് പോയപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു ട്രെയിനിൽ. തിരക്കൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പം തിരക്കുണ്ട്. പക്ഷെ നമ്മൾ മുകളിലാണ്, കുഴപ്പമില്ല, ഇതൊരു കുഴപ്പമില്ല. സാറ്റിസ്ഫൈഡ്. നമ്മൾ നേരെ രാവിലെ ഒരു 9:30 ന്യൂഡൽഹി എത്തുന്നു. ന്യൂഡൽഹിയിൽ നിന്ന് മെട്രോ പിടിക്കുന്നു, GTP നഗർ പിന്നെ നമ്മുടെ ഇത് മൂട് റിക്ഷയ്ക്ക് പോവാ, മൂടനുസരിച്ച് അങ്ങനെ എല്ലാ റൂമിൽ പോകുന്നു. കുളിക്കുക, ഒരു കിടക്കും, പിന്നെ എപ്പോഴെല്ലാം എണീക്കുക. പിന്നെ ജീവിതം പഴയ പോലെ തുടരുന്നതാണ്. പുതിയ ബ്ലോഗുകൾ ഇനിയും വരും. അതിനുമ്പ് നമുക്ക് മറ്റേ പെട്രോൾ എത്തുമ്പോൾ കാണാം. റെയിൽവേ സ്റ്റേഷൻ വെച്ചാണ്. Successfully completed Varanasi trip. Mission passed. നമ്മൾ എക്സോസ്റ്റഡ് ആണ് അല്ലേ? എന്തായാലും മിഷൻ പാസ്സായത് വലിയ ഒരു കാര്യം. നല്ല രീതിയിൽ നമ്മപ്പോൾ ആൾക്കാരെ കണ്ടപ്പോ അല്ലെ സംസാരിക്കാൻ പോയി. നല്ലൊരു യാത്ര കഴിഞ്ഞു. ക്ഷീണമാണ്. നല്ലൊരു യാത്ര കഴിഞ്ഞപ്പോൾ വന്നേക്കാണ്. ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട് അല്ലേ? നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷൻ മുമ്പിലേക്കാണ്. മെട്രോ കയറി GTP നഗർ എത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യണം. അതെ, അവിടുത്തെ ഒരു വീഡിയോ ചെയ്യും. ക്ഷമയും പ്രശ്നമാകുമ്പോൾ GTP നഗർ എത്തിയിട്ട് നമ്മൾ ഒരു വീഡിയോ കൂടെ ചെയ്യുക. അതിനുശേഷം റൂമിലെത്തിയിട്ട് ഇരുന്നു കൂടെ കത്തം പിന്നെ കുളിക്കലൊരു എക്സ്ക്ലൂസീവ് വീഡിയോ ഉണ്ട്. ശരിയാണ്, ശരിയാവോ? ബൈ ബൈ. ഹായ്, നമ്മളങ്ങനെ തിരിച്ചെത്തി അല്ലേ? നമ്മൾ റിക്ഷയിൽ ഇപ്പോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ക്ഷീണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ഒരു മയക്കമാണ് അനിവാര്യം. മയക്കം കൂടി കഴിഞ്ഞാൽ ഇനി ഇത് മെമ്മറി ആവും അല്ലേ? പിന്നെ അത് ആലോചിച്ച് അയവറക്കാം. അതെ, പിന്നെ ഞാൻ രാത്രി അമ്മ ഒരു റിക്ഷയിൽ ഇതുപോലെ തന്നെ കയറിയിരുന്നു അങ്ങോട്ട് പോയതാണ്. അതെ, ഇത് വിജയം. ഇത് എഴുതപ്പെടും താഴുകളിൽ. ക്ഷമയൊന്നും പറയാനടാ. ശരിയെന്നാ.